ഈ അടുത്ത് നമ്മൾ 2 ചെറിയ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികളെ വാങ്ങുന്നതിന് മുമ്പായിട്ട് ഈ കാണുന്ന 2 ടബ്ബുകളിൽ നമ്മൾ 2 പിങ്ക് ജയന്റ് ഗൗരാമികളെ വാങ്ങിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന 2 ടബ്ബുകളിലായിട്ടാണ് നമ്മുടെ 2 ചെറിയ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികൾ കിടക്കുന്നത്. അവർ ഫുഡൊക്കെ അടിച്ച് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന ടബ്ബുകളിൽ കിടക്കുന്ന 2 പിങ്ക് ജയന്റ് ഗൗരാമികൾ മുമ്പ് നമ്മളുമായിട്ട് അങ്ങ് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അവർ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കഴിക്കില്ല. നമ്മൾ മാറിപ്പോയതിന് ശേഷമാണ് ഫുഡ് കഴിക്കാറുള്ളത്. ഇപ്പോൾ അവർ നല്ല രീതിയിൽ അഡാപ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അവർ ലൈവായിട്ട് മുകളിൽ വന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയതായിട്ടൊക്കെ മീനുകളെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെയാണ് പതുക്കെ പതുക്കെ നമ്മൾ അവരെ നല്ല രീതിയിൽ നമ്മളുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. കാരണം ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ ചെറിയ രീതിയിൽ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഫുഡ് അടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ മടി കാണിക്കും. പതുക്കെ പതുക്കെ അത് ശരിയായിട്ട് വന്നോളും. അത് ശരിയായിട്ട് വന്നിട്ടില്ല എങ്കിൽ മീൻ സ്റ്റിൽ സ്ട്രെസ്സിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 2 പിങ്ക് ജയന്റ് ഗൗരാമികൾ നല്ല രീതിയിൽ തന്നെ അഡാപ്റ്റ് ആയിട്ട് ലൈവായിട്ട് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ അവർക്ക് മറയായിട്ട് ചെടികളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തൊട്ടടുത്ത 2 ടബ്ബുകളിൽ നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികൾക്ക് നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അവർ കുറച്ചും കൂടി ചെറിയ സൈസാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രെസ് അവരെ ബാധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെടികൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പതുക്കെ പതുക്കെ നമ്മൾ ചെടികൾ റിമൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം ഫുള്ളായിട്ട് ചെടികൾ കവർ ചെയ്ത് കിടന്നാൽ ആൽഗെ ഫോം ചെയ്ത് വരില്ല. ഈ ടബ്ബുകളുടെ സൈഡിലൊക്കെ നിങ്ങൾ കണ്ടില്ല, കാണുന്നത് ഗ്രീൻ ആൽഗയാണ്. ഇങ്ങനെ ആൽഗെ ഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് അടിക്കുന്ന സമയത്തൊന്നും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യില്ല. ഉൾഭാഗത്ത് ഒരു ഡാർക്ക് ആംബിയൻസ് ആയിരിക്കും. അവർക്ക് വല്ലാതെ സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയൊരു ടബ്ബാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ലൈറ്റ് നല്ല രീതിയിൽ അടിക്കും, നല്ല രീതിയിൽ സൈഡിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികൾ ഇട്ടിട്ടുള്ള ഒരു ടബ്ബ് അങ്ങനെയാണ്. അതിനകത്ത് ആൽഗെ ഒന്നും ഫോം ചെയ്തതുപോലെ ഡാർക്കായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികൾക്ക് ഈ ഫ്ലോട്ടിംഗ് ചെടികൾ ഇട്ട് കൊടുക്കാനുള്ള കാരണം. ഒരു ടബ്ബിൽ ആൽഗെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്, മറ്റേ ടബ്ബിലാണ് വരാത്തത്. എങ്കിലും നമ്മൾ 2 ടബ്ബിലും ചെടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പതുക്കെ പതുക്കെ കുറച്ച് ചെടികളായിട്ട് എടുത്ത് മാറ്റും. കാരണം ഈ ചെടികൾ കിടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആൽഗെ ഫോം ചെയ്യില്ല. ചെടികൾ ഉണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. ചെടികൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കിടന്നാൽ അത് വെള്ളത്തിന് പ്രോബ്ലം തന്നെയാണ്. പിന്നെ ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും, പ്രത്യേകിച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ അടിയിൽ വരും. ഈ ചീഞ്ഞ ഇലകളും അല്ലെങ്കിൽ കൊഴിഞ്ഞ ഇലകളും കാര്യങ്ങളൊക്കെ ഈ ടബിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞുകൂടും. അതൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ആൽഗെ വാട്ടറിൽ മീനുകളെ വളർത്തുന്നത്. കെയർ കുറച്ച് എളുപ്പമാണ്. അടിഭാഗത്ത് പ്രത്യേകിച്ച് ഇതുപോലെ സോളിഡ് വേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. മീനുകളുടെ വേസ്റ്റും ആൽഗയുടെ എന്തെങ്കിലും ഫോം ചെയ്ത വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും ടബിൻ്റെ അടിഭാഗത്ത് വരുന്നത്. അത് ഈസി ആയിട്ട് നമുക്ക് ഹോസ് ഉപയോഗിച്ച് വലിച്ചു കളയാം. ചെടികളുടെ വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോസൊക്കെ ഉപയോഗിച്ച് വലിച്ചു കളയുമ്പോൾ തന്നെ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ബ്ലോക്കായിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇത് ടബുകളിലാണെങ്കിലും ടാങ്കുകളിലാണെങ്കിലും ആൽഗെ വാട്ടർ പ്രിഫർ ചെയ്യുന്നത്. എപ്പോഴും പുതിയതായിട്ട് മീനുകളെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ പുതിയ ടബിലായിരിക്കും ഇടുന്നത്. അതായത് ഇപ്പോൾ ആൽഗെ അടിച്ച ടാങ്കിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഫ്രഷ് വെള്ളം അടിച്ചിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ മീനുകളെ കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് ഇതുപോലെ ചെടികൾ ഇടുന്നത് വളരെ നല്ലതാണ്, സ്ട്രെസ് കുറയ്ക്കാനായിട്ട്.